നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചാനലിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ആക്റ്റീവ് അല്ലായിരുന്നു, ടെലഗ്രാം ഗ്രൂപ്പിലും ആക്റ്റീവ് അല്ലായിരുന്നു. കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കുന്നതിൻ്റെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനൊന്നും പറ്റാതെ പോയത്. അത്യാവശ്യം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലഗ്രാമിലൊക്കെ ഇനി ആക്റ്റീവ് ആകുന്നതായിരിക്കും. ഒരുപാട് പേരുടെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. എനിക്കൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പതുക്കെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മാസം, ഈ ഒരു ഡിസംബർ മാസത്തിൽ അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് തരാൻ ചാൻസ് ഉള്ള ഒരു 4 കോയിൻസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ ഒന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണ്. ദ ഗ്രാഫ് എന്ന് പറയുന്ന GRT എന്ന് പറയുന്ന കോയിനാണ് നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ കോയിൻ. ആ ഒരു കോയിൻ എന്താണ്, അതിൻ്റെ പ്രൊജക്റ്റ് എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, തീർച്ചയായിട്ടും പോയി കാണുക. ഗ്രാഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 44 റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 52 രൂപ മാത്രമാണ്. നമുക്ക് വളരെ ചെറിയൊരു പ്രൈസിലാണ് ഈ ഒരു ഗ്രാഫ് ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് പറ്റുന്നത്. ഇന്ന് തന്നെ ഏകദേശം 22.84% ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഈ ഒരു കോയിൻ്റെ പ്രൈസിലുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ 216 രൂപയാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ചെറിയ പ്രൈസിലാണ് നമുക്ക് ഈ ഒരു കോയിൻ വാങ്ങിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടിൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കോയിനാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇത് ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ മേജർ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളിലും ഈ ഒരു കോയിൻ അവൈലബിൾ ആണ്. നമ്മുടെ ബൈനാൻസിൽ അവൈലബിൾ ആണ്, കോയിൻ ബേസിലുണ്ട്, ഹോബിയിലുണ്ട്, കോയിനിലുണ്ട്, അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോയിനാണ്. നമ്മളിപ്പോൾ ബൈനാൻസിലെ ഒരു USDT പെയറിലെ ചാർട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് GRT USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു ചാർട്ടാണ്. ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ് കാണുന്നത്. ഈ ഒരു പാറ്റേൺ നമ്മൾ പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമുക്കിവിടെ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഞാനിതൊരു ഇപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് കിടക്കുന്നത്. ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാണാം ഇവിടെ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റും അതിനോടൊപ്പം തന്നെ ഈ ഒരു വോളിയവും നിങ്ങൾ നോക്കാം. ഓരോ തവണ താഴോട്ട് വരും തോറും, ഓരോ തവണ പ്രൈസ് താഴോട്ട് വരും തോറും വോളിയം വളരെ കുറവ് മാത്രമേ ഇവിടെ കയറി വരുന്നുള്ളൂ. അതേസമയം ചെറിയ രീതിയിൽ പോലുമുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ് ഇവിടെ സംഭവിക്കുമ്പോൾ വോളിയം വളരെ വലിയ രീതിയിൽ കയറുന്നുണ്ട്. ഡൗൺ മൂവ്മെൻറ്റിൻ്റെ സമയത്തെല്ലാം തന്നെ വോളിയം വളരെ ചെറിയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ നല്ല രീതിയിലുള്ള വോളിയം അവിടെ കയറുന്നുണ്ട്. അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കത് തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇത്രയും വലിയൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ആവുന്ന സമയത്ത് പോലും ഈ ഒരു എവറേജ് വോളിയം പോലും ഇവിടെ കയറി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനർത്ഥം നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലേഴ്സിന് ഇവിടെ ഒരു ആധിപത്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ബയ്യേഴ്സ് തന്നെയാണ് ഇപ്പോഴും കൺട്രോളിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ട്രെൻഡ് ലൈനിന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ, മിനിമം ഒരു ഓൾ ടൈം ഹൈ എങ്കിലും പ്രൈസ് ഇവിടെ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രൈസിൽ നിന്നും ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 240% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു, ഈ ഒരു GRT എന്ന് പറയുന്ന കോയിനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു GRT എന്ന് പറയുന്ന കോയിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് കൂടെ നടത്തിയതിന് ശേഷം മാത്രം ഈ ഒരു കോയിനിൽ ഒരു എൻട്രി എടുക്കണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ രണ്ടാമത്തെ കോയിനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണ്. സാൻഡ്ബോക്സ് എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ടോക്കണാണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ കോയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പോയി കാണുക. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയുന്നില്ല, ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല. നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. സാൻഡ്ബോക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 39 റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് സാൻഡ്ബോക്സ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 39 പൊസിഷനിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 369 രൂപ മാത്രമാണ് അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത്. നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ 100 രൂപ പോലും ഇല്ലാതിരുന്ന ഒരു കോയിനാണ് ഇപ്പോൾ 369 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 641 രൂപ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്
തിരിച്ചിറങ്ങി അതൊരു 369 നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ്സായവർക്ക് വീണ്ടും കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. മിസ്സാക്കാതിരിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. കാരണം മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളിൽ പെടുന്ന ഒരു കോയിനാണ് സാൻഡ് ബോക്സ് എന്ന് പറയുന്നത്. ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് സാൻഡ് ബോക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ മേജർ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കോയിനാണ് സാൻഡ് ബോക്സ്. ബൈനാൻസിലുണ്ട്, ഹോബിയിലുണ്ട്, കുക്കോയിലുണ്ട്, FTXലുണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ ഈ ഒരു കോയിൻ അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബൈനാൻസിലെ USDT പെയറിലുള്ള സാൻഡ് ബോക്സിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള സാൻഡ് ബോക്സിൻ്റെ USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബ്ലൂ ലൈനിൽ വരച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയാസ് ആണ്. അതായത് ഒരു തവണ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയും പിന്നീട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള 2 ഏരിയാസാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, $3.3 $4.4 ഈ 2 സപ്പോർട്ട് ഏരിയാസ്. ഇവിടെ വോളിയം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ GRTയുടെ കാര്യത്തിൽ കണ്ട അതേ കാര്യം നമുക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. മുകളിലേക്ക് പോകും തോറും പ്രൈസിൻ്റെ ഒരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവും തോറും ഇവിടെ എവറേജിനേക്കാളും മുകളിൽ വോളിയം ഇവിടെ വരുന്നുണ്ട്. എന്നാൽ ചെറിയ രീതിയിലുള്ളൊരു ഡൗൺ സംഭവിക്കുമ്പോൾ പോലും ഇവിടെ വേണ്ട രീതിയിലുള്ള വോളിയം അവിടെ കയറുന്നില്ല. അതായത് ഒരു കൂടുതൽ സെല്ലിംഗ് വോളിയം അവിടെ വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചപ്പോൾ പോലും ഇവിടെ വോളിയം വളരെ കുറവാണ്. ഒരു ആവറേജ് വോളിയം പോലും ഇവിടെ കയറിയിട്ടില്ല. അതിനർത്ഥം ഇവിടെ സെല്ലേഴ്സിന് കാര്യമായിട്ടുള്ള റോളൊന്നും ഇല്ല. ചെറിയ രീതിയിൽ വളരെ ചെറിയൊരു സെല്ലിംഗ് വോളിയം മാത്രമേ ഇവിടെ കയറി വരുന്നുള്ളൂ എന്നുള്ളത് നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് പ്രൈസിന് നല്ലപോലെ റിജക്ഷനും ഈ ഒരു ക്യാൻഡിൽ സംഭവിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലേ? അതായത് ഈ ഒരു ഏരിയയ്ക്ക് താഴെ ഈ ഒരു 4.4 എന്ന് പറയുന്ന ആ ഒരു പ്രൈസിന് താഴേക്ക് ഈ ഒരു കോയിൻ്റെ പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് ആർക്കും തന്നെ അത്ര വലിയ താല്പര്യമില്ല. അപ്പോഴേക്കും ഒരുപാട് പേര്, അതായത് ഈ ഒരു ഏരിയ ഒരുപാട് പേര് ബൈ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രൈസ് റിജക്ഷനിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സപ്പോർട്ട് ഏരിയ ആക്കി എടുത്ത് നമ്മൾ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് തന്നെ ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 70% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ തന്നെ കിട്ടും. തീർച്ചയായിട്ടും ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് എല്ലാ സാധ്യതകളും ഉള്ള ഒരു പ്രൊജക്റ്റാണ് സാൻഡ് ബോക്സ് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാനിവിടെ ഷെയർ ചെയ്തത് എൻ്റേതായിട്ടുള്ള ഒരു അനാലിസിസ് മാത്രമാണ്. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ 3ാമത്തെ കോയിൻ എന്ന് പറയുന്നത് ക്വാണ്ടം എന്ന് പറയുന്ന QTUM എന്ന് പറയുന്ന ഒരു കോയിനാണ്. എന്താണ് ക്വാണ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ UTXO ട്രാൻസാക്ഷൻ മോഡലിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൂഫ് ഓഫ് സ്റ്റേക്ക് സ്മാർട്ട് കോൺട്രാക്ട് ഓപ്പൺ സോഴ്സ് ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോമാണ് ഈ ക്വാണ്ടം എന്ന് പറയുന്നത്. ബിറ്റ് കോയിൻ്റെ UTXO ട്രാൻസാക്ഷൻ മോഡലിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും സ്മാർട്ട് കോൺട്രാക്റ്റുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാനും അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസിൻ്റെ എക്സിക്യൂഷനും ഈ ഒരു ബ്ലോക്ക് ചെയിനകത്ത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിനിലും എതേറിയം ബ്ലോക്ക് ചെയിനിലും ഒരുപാട് ഡ്രോബാക്സ് ഉള്ളതായിട്ട് നമുക്കറിയാം. നമ്മൾ ഒരുപാട് വീഡിയോകളിൽ അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിനിലുള്ള ഒരു 4 മേജർ ഇഷ്യൂസ് സോൾവ് ചെയ്യാനാണ് ഈ ഒരു ക്വാണ്ടം എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്നത്. അവരുടെ എയിം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് 2 യുണീക്ക് ആയിട്ടുള്ള ടെക്നോളജീസും അവർ യൂസ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് അബ്സ്ട്രാക്ഷൻ ലെയർ അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് പ്രോട്ടോകോൾ. ഈ 2 ടെക്നോളജീസാണ് ഇവർ ഈ ക്വാണ്ടം പ്രൊജക്റ്റിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ടെക്നോളജീസ്. അത് ഈ ഒരു ബിറ്റ് കോയിൻ്റെ മേജർ ഡ്രോബാക്സിനെ ഓവർകം ചെയ്യാനായിട്ട്, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടെക്നോളജീസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്വാണ്ടത്തിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 88ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 88ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് ക്വാണ്ടം എന്ന് പറയുന്നത്. അതിൻ്റെ കറണ്ട് പ്രൈസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 780 രൂപയാണ് അതിൻ്റെ കറണ്ട് പ്രൈസ്. ഇന്ന് ഏകദേശം ഒരു 29.61% ഒരു ഡൗൺ ഈ ഒരു കോയിനിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 2664 രൂപയാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. അപ്പോൾ എത്രത്തോളം താഴെയാണ് അല്ലെങ്കിൽ എത്രത്തോളം വില കുറവിൽ നമുക്ക് ഈ ഒരു കോയിൻ ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് പറ്റുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി ഇത് ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ ബൈനാൻസിൽ അവൈലബിൾ ആണ്, ഹോബിയിലുണ്ട്, ബിറ്റ്ഹബിലുണ്ട്, Gate.ioയിലുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ മേജർ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളിലും അവൈലബിൾ ആയിട്ടുള്ളൊരു കോയിനാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനാൻസിലെ ഒരു USDT പെയറിലുള്ള ക്വാണ്ടത്തിൻ്റെ ഒരു ചാർട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്വാണ്ടം USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഏരിയയും സപ്പോർട്ട് ഏരിയയും വരച്ചിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ കൃത്യമായിട്ടുള്ള പ്രൈസ് റിജക്ഷൻ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലേ? തൊട്ട് മുൻപ് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ പ്രൈസ് റിജക്റ്റായി നല്ല രീതിയിലുള്ളൊരു അപ്പ് മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസിന് റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക്
പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സെല്ലേഴ്സ് തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോഴേക്കും ബയേഴ്സ് ഇവിടെ വീണ്ടും ആധിപത്യം നേടിയെടുക്കുന്നുണ്ട്. അവർ തിരിച്ച് പ്രൈസിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റിൽ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വോളിയം ഇവിടെ കയറി വന്നിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നമ്മൾ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് തന്നെ ടാർഗറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 167.15% പ്രോഫിറ്റ് നമുക്ക് ഓൾ ടൈം ഹൈ പ്രൈസ് എത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു ക്വാണ്ടം എന്ന് പറയുന്ന കോയിനിലൂടെ ഉള്ളത്. നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. പ്രൈസ് നല്ല രീതിയിൽ റിജക്റ്റ് ആവുന്നുണ്ട്. ഇവിടെ നിന്നൊരു റിജക്ഷൻ കഴിഞ്ഞ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓൾ ടൈം ഹൈ അടിക്കുമെന്നുള്ള കാര്യത്തിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കൂടി നടത്താം. ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ മാത്രം റിസർച്ചും കാര്യങ്ങളുമാണ്. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ 4ാമത്തെ കോയിൻ എന്ന് പറയുന്നത് ഫ്ലെമിംഗോ എന്ന് പറയുന്ന FLM എന്ന് പറയുന്ന ഒരു കോയിനാണ്. ഫ്ലെമിംഗോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയോ ബ്ലോക്ക് ചെയിനിലുള്ള ഒരു DeFi ആണ്, ഒരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആണ് ഈ ഫ്ലെമിംഗോ എന്ന് പറയുന്നത്. കൂടാതെ ഫ്ലെമിംഗോ എന്ന് പറയുന്നത് ഒരു ക്രോസ് ബ്ലോക്ക് ചെയിൻ അസറ്റ് ഗേറ്റ്വേ ആണ്. അതായത് പല ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആപ്ലിക്കേഷൻസ് എല്ലാം കൂടിയിട്ട് ഒരു സിംഗിൾ എക്കോസിസ്റ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഫ്ലെമിംഗോയിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഫ്ലെമിംഗോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലെമിംഗോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു കോയിനാണ്, ഒരു പ്രൊജക്റ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 566 റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് ഫ്ലെമിംഗോ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് വെറും 29 രൂപ മാത്രമാണ്. കഴിഞ്ഞ 24 ഹവറിൽ ഏകദേശം 30.95% ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഈ ഒരു കോയിനിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 93 രൂപയാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. അപ്പോൾ എത്രത്തോളം താഴെയാണ് ഇപ്പോൾ ആ ഒരു കോയിൻ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇത് ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ബൈനാൻസിലുണ്ട്, OKXലുണ്ട്, Gate.ioയിലുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ എക്സ്ചേഞ്ചുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കോയിൻ തന്നെയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനാൻസിലുള്ള USDT പെയറിലുള്ള ഒരു ചാർട്ടാണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് FLM USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ തന്നെയാണ് ഇവിടെ ഫോം ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഈ ബ്ലൂ ലൈനിൽ വരച്ചിട്ടുള്ളത് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. $1.09 ആണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ 1, 2, 3, 4 തവണ ഏകദേശം 4 തവണ ഈ ഒരു ഏരിയയിൽ റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട് പ്രൈസിന്. മാത്രമല്ല ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റെഡ് ക്യാൻഡിലും ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ള റിജക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം 188.42% പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കാവുന്നതാണ്. FLMൽ നമുക്കൊരു ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു മാസം തന്നെ നമുക്ക് അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കോയിനാണ് FLM എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ആവറേജിന് താഴെ വോളിയം തന്നെയാണ് ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെ കയറി വന്നിട്ടുള്ളൂ. ഒരു ആവറേജിന് മുകളിൽ വോളിയം ഒന്നും ഇവിടെ കയറി വന്നിട്ടില്ല. അതിനർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെല്ലേഴ്സിന് കാര്യമായിട്ടുള്ള ഒരു വോളിയം ഇവിടെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ബയേഴ്സ് തന്നെയാണ് ഇപ്പോൾ സ്റ്റിൽ കൺട്രോളിലുള്ളത്, ബയേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ഓൾ ടൈം ഹൈ ഇവിടെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു കോയിനിലും എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുള്ളത് ഒരു 4 കോയിനുകളെ പറ്റിയിട്ടാണ്. ഈ ഒരു മാസം നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് തരാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കോയിനുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് മസ്റ്റായിട്ട് നടത്തുക. അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.